ദൈവതുല്യർക്ക് സംരക്ഷണം. വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ലെന്ന് എം.വി. ഗോവിന്ദൻ പത്തനംതിട്ടയിലെ നേതാക്കളോട് പറയുന്നതിൽ തീരുന്നതാണോ ശബരിമല കൊള്ളയിൽ CPM-ന്റെ ഉത്തരവാദിത്വം? പാർട്ടിയോട് നീതി പുലർത്താത്ത നേതാക്കളെ എന്തിനാണ് CPM സംരക്ഷിക്കുന്നത്? അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന A. പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിലനിർത്തുന്നത് വിശ്വാസവഞ്ചനയ്ക്കുള്ള ഇൻസെന്റീവാണോ? അതോ പത്മകുമാറിനെ പുറത്താക്കിയാൽ ദൈവതുല്യരുടെ പ്രവൃത്തികൾ വെളിപ്പെടുമെന്ന ഭീതിയാണോ? പുറത്താക്കി തുടങ്ങിയാൽ ഇനി വരാനിരിക്കുന്ന പേരുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയാണോ? അതോ നടപടികൾ പാർട്ടി കുറ്റമേൽക്കുന്നതിന് തുല്യമാകുമെന്ന തിരഞ്ഞെടുപ്പ് കാലത്തെ കരുതലോ? കേരള ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ കൊള്ളയിൽ ദേവസ്വം ഭരിച്ച പാർട്ടി നേതാക്കളാകെ പ്രതിക്കൂട്ടി നിൽക്കുമ്പോൾ CPM-ന് ഉത്തരം മുട്ടുന്നുണ്ടോ? ദൈവതുല്യർ സുരക്ഷിതരായിരിക്കാൻ പത്മകുമാറിന്റെ വായടയ്ക്കുകയാണോ എം.വി. ഗോവിന്ദന്റെ ദൌത്യം? പാർട്ടി സെക്രട്ടറി നടപ്പാക്കുന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ. അതിഥികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ചർച്ചയ്ക്കെടുക്കാത്തതിനാൽ CPM ഇന്നത്തെ ശബരിമല ചർച്ചയിലേക്ക് പ്രതിനിധികളെ അയക്കില്ല എന്ന് പാർട്ടി അറിയിച്ചു. മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്യണം, ഏത് വിഷയമെടുക്കണം, ആരെ ചർച്ചയ്ക്ക് വിളിക്കണം എന്നൊക്കെ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിൽ നിന്നും സർക്കാരുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ വന്നു തുടങ്ങുന്ന കാലമാണോ CPM ആഗ്രഹിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിലേതെന്ന് ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തീരുമാനിക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ മനോരമ ന്യൂസിലെ കൗണ്ടർ പോയിന്റ് നിഷ പുരുഷോത്തമൻ ആങ്കറായി ഇരുന്നു കൊണ്ട് നടത്തിയ ആ കൗണ്ടർ പോയിന്റിന്റെ അതിന്റെ ഒരു ഇൻട്രോയാണ് നിങ്ങൾ കണ്ടത്. അതിൽ ആദ്യം പറഞ്ഞത് ആ കൗണ്ടർ പോയിന്റിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നിഷ പറഞ്ഞത്. അത് കഴിഞ്ഞ് അതിഥികളെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നതിന് തൊട്ടു മുൻപ് നിഷ പറഞ്ഞ കാര്യം അതാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം വിഷയം. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഗർഭം എന്ന് പറയുന്നത്. ഈ രണ്ട് വിഷയങ്ങളും വല്ലാത്തൊരു കണക്ഷൻ ഉണ്ട്, ഒരു പൊക്കിൾക്കിളി ബന്ധമുണ്ട് ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ. എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ഏറ്റവും അവസാനം നടന്ന അയ്യന്റെ പൊന്നു കെട്ടതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പിഴിഞ്ഞൂറ്റിയെടുക്കുമ്പോ പത്മകുമാർ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഗർഭവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗൂഢാലോചന. അതിഥികളെ ഈ പറയുന്ന CPM-ന്റെ പാർട്ടിയുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോ ആ പ്രതിനിധികളിൽ നിന്ന് ലഭിച്ച മറുപടിയാണ് നിഷ പറഞ്ഞത്. എന്താണ്? രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ച ചെയ്യാനാണെങ്കിൽ ഞങ്ങളുണ്ട്, ശബരിമല വിഷയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ബഹിഷ്കരിച്ചതായിട്ടാണ് പാർട്ടിയുടെ തീരുമാനം. അതാണ് എന്നാണ് പാർട്ടിയുടെ പ്രതിനിധികൾ മനോരമ ന്യൂസിനെയും നിഷയെയും അറിയിച്ചത്. വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്താണ്? ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല, രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ച ചെയ്യാനാണെങ്കിൽ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ, അല്ലേ? കാരണം എന്താ? ശബരിമല വിഷയം മാത്രമല്ല, പാർട്ടിയും പിണറായി വിജയനും ഗോവിന്ദനും അടിമകളും അന്തംഗമി അടിമകളും സൈബർ അടിമകളും ആചാര്യന്മാരും അടക്കം മിണ്ടാട്ടം മുട്ടി, ഉത്തരം മുട്ടി, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒന്ന് അങ്ങനെ സ്വപ്നത്തിൽ പോലും ഇവരാരും കരുതിയതല്ല. പക്ഷേ അയ്യന്റെ പൊന്ന് വെച്ചിട്ടാണ് കളിച്ചത്, അയ്യന്റെ പൊന്നാണ് തൊട്ടത്. അവിടെ ഇവർക്ക് പാളി. കാരണം അയ്യപ്പന്റെ കോപം അത് ഉഗ്രകോപമായി ഇവരുടെ തലയിൽ ഇടുത്തി പോലെ വീണു എന്നുള്ളതാണ്. അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഈ ഗർഭകാലം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഗർഭകാലം പുറത്തിറങ്ങിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ നിങ്ങളൊരു കാര്യം, ഇവിടെ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ, വിവാദങ്ങൾ, പുകമറകൾ, ഇത് തുടക്കം കുറിക്കുന്നത് എവിടെ നിന്നാണ്? ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ്? ഇതിന്റെ തുടക്കം ഓഗസ്റ്റ് 20 മാധ്യമങ്ങളിലൂടെ ഇതിന് തുടക്കം കുറിക്കുമ്പോൾ അന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കത്തി നിന്ന വിഷയങ്ങൾ എന്താണ്? അന്ന് കത്തി നിന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് തൃശ്ശൂരിലെ വോട്ട് കൊള്ള, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എം.വി. ഗോവിന്ദന്റെ മകനെതിരെ ഉയർന്നിരിക്കുന്ന അവിഹിത സ്വത്ത് സമ്പാദനത്തിന്റെ കേസ്. ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ട് പറയുന്നത്, ഈ വിവാദം നിങ്ങൾക്ക് അധികകാലം ചർച്ച ചെയ്യേണ്ടി വരില്ല,
ഇത് അൽപായുസ് മാത്രമുള്ള ഒരു വിവാദമാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാദം കെട്ടടങ്ങും എന്ന് പി ജയരാജൻ പറയുന്നത്. പി ജയരാജൻ ഈ പറയുന്ന പ്രസ്താവന ഇറക്കിയതിന്റെ തൊട്ട് പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 20-ന് രാഹുലിനെതിരെയുള്ള ആദ്യ വെടിപൊട്ടുന്നു. ആ വെടിപൊട്ടി ഇങ്ങനെ 3 മാസം കഴിഞ്ഞു. വെടിപൊട്ടി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആ വെടി ആരുടെയും ദേഹത്ത് തട്ടിയില്ല എന്നുള്ളതാണ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. പത്മകുമാർ ദൈവതുല്യന്റെ പേര് പറയുന്നു. കാരണം ആദ്യം അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അന്ന് ഇവർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. പക്ഷെ പാർട്ടി പറഞ്ഞത് മൂരാരി ബാബുവിന്റെ പേരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് മൂരാരി ബാബുവിന്റെ പേര് പറഞ്ഞു. മൂരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ പിഴിഞ്ഞെടുത്തപ്പോ മുരാരി ബാബു വാസുവിന്റെ പേര് പറഞ്ഞു. വാസുവിനെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തപ്പോ വാസു തനിക്ക് തൊട്ട് പിന്നാലെ ദേവസ്വം പ്രസിഡന്റായ പത്മകുമാറിന്റെ പേര് പറഞ്ഞു. മനസ്സിലായില്ലേ? പത്മകുമാറിനെ ഊറ്റി തുടങ്ങിയപ്പോ പത്മകുമാർ മുമ്പ് പറഞ്ഞ ദൈവതുല്യന്റെ പേരിലേക്ക് എത്തി കാര്യങ്ങൾ. ആ വഴി അങ്ങനെ നീണ്ടുപോവുകയാണ്. അങ്ങനെ പത്മകുമാർ പറഞ്ഞ പേര് ദൈവതുല്യനിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുന്നു. ആ വഴി അങ്ങനെ നീണ്ടുപോകുന്നു. അങ്ങനെ നീണ്ടുപോകുന്ന ഘട്ടത്തില് പത്മകുമാറിനെതിരെ ഒരു നടപടിയുമില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ട് MP ഗോവിന്ദൻ ഇറങ്ങി വന്നിട്ട് MP ഗോവിന്ദൻ പറയുന്നു ഇല്ല, ഒരു നടപടിയും ഇല്ല. കാരണം എന്താ? നടപടി എടുത്താൽ പത്മകുമാർ ഇനിയും വാ തുറക്കും. അങ്ങനെ നടപടിയെടുത്താൽ ഇനിയും വാ തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ദൈവതുല്യന്റെ പേരുകളും ബാക്കിയുള്ള പേരുകളും ദൈവതുല്യന്റെ ശിങ്കിടികളുടെ പേരുകളും ഒക്കെ പുറത്തു വന്ന് ഇവർക്ക് എതിരെ നടപടി എടുക്കേണ്ടി വന്നാൽ ആരാണ് പിന്നെ നടപടി എടുക്കാനുണ്ടാവുക? നടപടി എടുക്കാൻ ആളില്ല. കാരണം എന്താ? ഈ പറയുന്ന ആളുകളൊക്കെ അതിന്റെ ഭാഗമാണ്. പത്മകുമാർ പറയുന്ന പേരുകളൊക്കെ ഇപ്പൊ നടപടി എടുക്കുന്ന ആളുകളുടെ പേരുകളാണ് പത്മകുമാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നടപടി എടുത്താൽ പിന്നെ പാർട്ടി ഇല്ല കേരളത്തില്. പിന്നെ രാജാവില്ല, അടിമകളില്ല, എല്ലാം അകത്താകും. കുഴലൂത്തുകാരില്ല, മുട്ടിലിഴയുന്നവരന്മാരില്ല, ആരുമില്ല. അപ്പൊ എന്ത് വേണം? എന്താ വേണ്ടത്? പിന്നെ വേണ്ടത് പത്മകുമാർ പറഞ്ഞ പേരുകളിലേക്ക് ചർച്ചകൾ പോകരുത്. അത് കേരളത്തിന്റെ കാതുകളിലേക്ക് എത്തരുത്. കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യരുത്. എസ്പെഷ്യലി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തീരെയും ചർച്ച ചെയ്യരുത്. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അടുത്ത ബോംബ് പൊട്ടാനുണ്ട്. ആ അവസരത്തിൽ എന്താണ് ഇനി ഏറ്റവും ബെറ്റർ വീണ്ടും ബോംബ് പൊട്ടിക്കണം. ഏറ്റുപിടിക്കാൻ മാധ്യമങ്ങളുണ്ട്, വേട്ടയാടാൻ മാധ്യമങ്ങളുണ്ട്. പക്ഷേ ബോംബ് ചീറ്റിപ്പോയി എന്നുള്ളതാണ്. ബോംബ് ചീറ്റിപ്പോയി. അവസാനം നമ്മൾ ഇന്നലകളിൽ സംസാരിച്ചതാണ്. ഈ പറയുന്ന മാധ്യമങ്ങൾ പലരും പിന്നോട്ടടിക്കുന്ന കാഴ്ചകൾ കണ്ടു. 2 സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെച്ചവർ 4 സ്റ്റെപ്പ് പിന്നോട്ടെടുക്കുന്നത് കണ്ടു. രാഹുൽ വിഷയത്തിൽ പലരും നിലപാടുകൾ മയപ്പെടുത്തുന്നത് കണ്ടു. പലരും ഞങ്ങൾ രണ്ടും പറയുന്നുണ്ട് എന്നുള്ളത് കണ്ടു. എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം രാഹുലിനെതിരായിട്ടാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ രാഹുലിന്റെ ഭാഗം കൂടി ഞങ്ങൾ പറയുന്നുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. മാത്രവുമല്ല, കോൺഗ്രസ് നേതൃത്വത്തിനും കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വവും മറ്റു പല നിയമപരമായ ചില നീക്കങ്ങളിലേക്ക് കൂടി കോൺഗ്രസ് നേതൃത്വവും കടന്നു കയറുന്നു. അങ്ങനെ വരുമ്പോ കാര്യങ്ങൾ തിരിച്ചടിയാവുമെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് മാധ്യമങ്ങളും പിൻവാങ്ങി തുടങ്ങിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാല് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിരിക്കുന്ന ഗൂഢാലോചനകള് അത് വളരെ സുവ്യക്തമായി കൊണ്ട് പുറത്തേക്ക് വരികയാണ്. അതാണ് CPM പാർട്ടി പറയുന്നത്. രാഹുൽ വിഷയം ചർച്ച ചെയ്യാനാണെങ്കിലേ ഞങ്ങളുള്ളൂ, ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല. കാരണം എന്താ? ശബരിമല ഞങ്ങളെ കൈപൊള്ളിയിരിക്കുകയാണ്. അതിൽ വന്ന് ഞങ്ങൾക്ക് ക്യാപ്സൂളുകൾ ഇറക്കാനില്ല. ഞങ്ങളുടെ ആചാര്യന്മാർക്ക് ക്യാപ്സൂളുകൾ ഇറക്കുന്നില്ല. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ക്യാപ്സൂളുകൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല. ആ വിഷയം മറച്ചു പിടിക്കാനാണ് ഞങ്ങൾ ഈ ബോംബ് പൊട്ടിച്ചത്. അപ്പൊ ആ ബോംബിനെ കുറിച്ച് വേണമെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യാം. എന്നാൽ മാത്രമേ ശബരിമല വിഷയം ഒതുങ്ങുകയുള്ളൂ. അതല്ലാതെ ആ ബോംബ് ചീറ്റിപ്പോയത് കൊണ്ട് നിങ്ങൾ ആ ബോംബ് ചർച്ച ചെയ്യാതിരുന്നാൽ ഞങ്ങൾ എന്തിനാണോ ബോംബ് ഇറക്കിയത് ആ ബോംബ് ഇറക്കിയതും അതിന്റെ പ്രതിഫലനങ്ങളും ഇല്ലാതെയാവും. അതുകൊണ്ട് ഞങ്ങൾ അതിനില്ല. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ച ചെയ്യൂ, എന്നാൽ ഞങ്ങൾ വരാം എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടമാണ്. ആരാണ് രാഹുൽ മാങ്കൂട്ടം? തികഞ്ഞ അയ്യപ്പ ഭക്തൻ. അയ്യനെ കണ്ടിട്ടാണ് കഴിഞ്ഞ ബോംബ് പൊട്ടിയതിനു ശേഷം ആദ്യം പോയി കണ്ടത് അയ്യപ്പനെയാണ്.
അയ്യനെ കണ്ടിട്ടാണ് പിന്നെ പാലക്കാട്ടേക്കുള്ള യാത്ര തുടങ്ങിയത്. ആ അയ്യനെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ രാഹുലിന് ഇനി പിഴക്കില്ല. കാരണം രാഹുലിന് ഓൾറെഡി അയ്യന്റെ പൊന്നു കൊണ്ടുപോയതിലുള്ള അരിശമുണ്ട്. ആ കോപം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്റെ ഭക്തനെ ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി, തന്റെ പൊന്നു കട്ടതിനെതിരെ സംസാരിച്ചതിന് വേണ്ടി, അല്ലെങ്കിൽ തന്റെ പൊന്നു കട്ടവർക്കെതിരെ സംസാരിച്ചത് കൊണ്ട് അയാളെ വേട്ടയാടാൻ നിൽക്കുമ്പോ അയ്യൻ കൂടെ നിൽക്കുവോ? നിൽക്കില്ല. അതുകൊണ്ടാണ് ഈ ബോംബ് ചീറ്റിപ്പോയത്. ബോംബ് ചീറ്റി എന്ന് മാത്രമല്ല, ആ ആവേശം, അത് ഏറ്റെടുക്കാനുള്ള ആവേശം മാധ്യമങ്ങൾക്കിടയിൽ കുറഞ്ഞു വരുന്നു. ഈ രണ്ടാമത്തെ ചീറ്റിപ്പോയ ബോംബ്, ആ ബോംബ് ഏഷ്യാനെറ്റുകാർ കണ്ടതേയില്ല. അവർ കണ്ട ഭാവം നടിച്ചില്ല. ഇപ്പോ മനോരമയും മാതൃഭൂമിയും ഒക്കെ ആ മുമ്പോട്ട് വെച്ച കാല് 4 അടി പിന്നോട്ടെടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബോംബ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മറ്റു ചില ആളുകളുണ്ട് ഈ ബോംബുമായി ഇറങ്ങി തിരിച്ചവർ. ആദ്യം ബോംബുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയ ആളുകളുണ്ട്. അവർ പലതും മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് മറ്റൊരു വേളയിൽ ചർച്ച ചെയ്യാം. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിരിക്കുന്ന ഗൂഢാലോചന അത് വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യന്റെ പൊന്നുഘട്ടത്തിൽ പോറ്റിയിൽ നിന്ന് വാസുവിലേക്കും, വാസുവിൽ നിന്ന് പോറ്റിയിൽ നിന്ന് മുരാരി ബാബുവിലേക്കും, മുരാരി ബാബുവിൽ നിന്ന് വാസുവിലേക്കും, വാസുവിൽ നിന്ന് പത്മകുമാറിലേക്കും എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ രാഹുലിനെതിരെ നടന്നിരിക്കുന്ന ഗൂഢാലോചനയിൽ ഞാൻ കണ്ടു, ഞാൻ മാത്രം കണ്ടു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയിൽ നിന്ന്, ഞാൻ നടിയാണ്, ഞാൻ മാധ്യമപ്രവർത്തകയാണ് എന്ന് പറയുന്ന ആളുകളിലൂടെ കണ്ണികളായി ഇങ്ങനെ വന്നു ചേർന്നേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോ ഇതിന്റെ പിന്നിൽ കളിച്ച ആളുകളെ അയ്യപ്പൻ പുറത്തു കൊണ്ടുവരും. കാരണം അയ്യപ്പന്റെ സ്വർണം കട്ടവർക്കെതിരെ ശബ്ദിച്ചതിനാണ്, അല്ലെങ്കിൽ ആ അയ്യപ്പന്റെ സ്വർണം കട്ടവരുടെ കുറിച്ചുള്ള ചർച്ചകളെ ഒതുക്കുവാൻ വേണ്ടിയാണ് അയ്യന്റെ ഭക്തനായ രാഹുലിനെ വേട്ടയാടിയത് എന്നുള്ള ഒരു പരിഗണന അയ്യന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് അയ്യപ്പൻ തന്നെ ഇവരെ ഇങ്ങനെ വരിയാക്കിയിട്ട് പോറ്റിയും ബാബുവും വാസുവും പത്മകുമാറും ഇങ്ങനെ ക്യൂ നിന്ന് വരിയായി വന്നതുപോലെ, ഞാൻ കണ്ടു, ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞവരിൽ നിന്ന് തുടങ്ങി ഞാൻ നടിയാണെന്ന്, ഞാൻ മാധ്യമപ്രവർത്തകയാണ് എന്ന് പറഞ്ഞവരിലൂടെയുള്ള ആ വരി നമ്മൾക്ക് കാണാൻ കഴിയും. അതിന് കാലം അധികം ദൂരമല്ല എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.